ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ദാണ്ടെ ഒരു പാനിലോട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞതും പിന്നെ നമ്മുടെ പച്ച കായ ഉണ്ടല്ലോ അതും പിന്നെ ഒരു തക്കാളിയും കൂടെ വെച്ച് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാം. വായോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ക്യാബേജാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഒരു ചെറുതാണ്. വലുതാണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ദാണ്ടെ ഈ ഒരു വലുപ്പത്തിനാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടുകൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി അത് മാത്രം എടുത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം ഇട്ട് വഴറ്റി ഒന്നും എടുക്കണ്ട. സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, സവാളയൊക്കെ നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു കുഞ്ഞി തക്കാളി, ഒരുപാട് വലിയ തക്കാളി ഒന്നും വേണ്ട, ഒരു ചെറിയ തക്കാളി എടുത്ത് അതും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും ഒന്ന് വെന്ത് വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, എല്ലാം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ തക്കാളിയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. ഞാൻ വളരെ കുറച്ച് എരിവ് കഴിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ പച്ചക്കായ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചക്കായ ആയതുകൊണ്ട് തന്നെ ഈ പാനിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ വരും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അങ്ങ് ഇളക്കിയാൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണൊക്കെ മുളക് പൊടി, അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കാര്യം ഈ പച്ചക്ക വേവാനായിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 3/4 ഭാഗം വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴേക്കും ഇങ്ങനെ രണ്ടായിട്ട് പോകണം കേട്ടോ. അപ്പം ഒന്ന് വെന്തു, പക്ഷെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വേവാൻ ഉണ്ടെന്ന് തോന്നുകയും വേണം. ആ ഒരു പരുവമാണ് കേട്ടോ. അപ്പം അപ്പം തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മുടെ പച്ചക്കായയുടെ ഒരു മസാല എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടെ വേണ്ടി വരും. കാര്യം നമ്മൾ ആ പച്ചക്കായയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് ഇതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ശരിക്കും ഫസ്റ്റ് എണ്ണ ഒഴിച്ച സമയത്ത് ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. അപ്പം ഇനി ഈ ക്യാബേജ് ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇത് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ചിലപ്പോൾ അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ ആണെങ്കിൽ ഇപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യം വേണ്ടി വരില്ല.
അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാബേജൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവേ. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ദാണ്ടെ നമ്മുടെ ക്യാബേജൊക്കെ സെറ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ആക്കിയായിരുന്നു കേട്ടോ. ദാണ്ടെ ഇവിടെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ക്യാബേജും ഈ നമ്മുടെ പച്ചക്കായ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ഉരുളക്കിഴങ്ങും വെച്ച് ഈ സെയിം റെസിപ്പി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനോട് പ്രത്യേകിച്ച് ഒഴിച്ചു കൂട്ടാനൊന്നും വേണമെന്നില്ല. ഞാൻ ഇതും ചോറിൻ്റെ കൂടെ ഇതും ഒരു മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ നല്ല കുശാലായിട്ട് ചോറ് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് വീണ്ടും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.